Dears, once again welcome back to Lovely Shouts. Lovely Shoutsന്റെ LDC വീഡിയോ ക്യാപ്സൂളിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് മലബാർ കലാപത്തെക്കുറിച്ചാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, പ്രധാനപ്പെട്ട എക്സാമുകളിൽ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മലബാർ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രമാണ് തിരൂരങ്ങാടി. നമുക്കറിയാം, മലബാർ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം തിരൂരങ്ങാടിയാണ്, മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി. മലബാർ കലാപം ആരംഭിച്ചത് 1921. അപ്പോൾ മലബാർ കലാപം നടന്നത് 1921. പ്രധാനപ്പെട്ട സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയാണ്. ദെൻ ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം, അല്ലെങ്കിൽ മാപ്പിള ലഹള എന്നും അറിയപ്പെടുന്നു. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ടതാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള. ദെൻ മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് പൂക്കോട്ടൂർ കലാപം. മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം, പെട്ടെന്നുണ്ടായ കാരണമാണ് പൂക്കോട്ടൂർ കലാപം. പൂക്കോട്ടൂരിൽ നടന്ന കലാപം, പൂക്കോട്ടൂർ കലാപം. ദെൻ മലബാർ കലാപത്തിൻ്റെ നേതാക്കളാണ് ആലി മുസ്ലിയാർ അല്ലെങ്കിൽ അലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി, സീതിക്കോയ തങ്ങൾ. മലബാർ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി, സീതിക്കോയ തങ്ങൾ. ഇവരാണ് പ്രധാനപ്പെട്ട നേതാക്കൾ, മലബാർ കലാപത്തിൻ്റെ നേതാക്കൾ. ദെൻ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. മലബാർ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പൂക്കോട്ടൂർ കലാപം എന്ന് നമ്മൾ പറഞ്ഞു. മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ ഒരു കാരണമാണ് പൂക്കോട്ടൂർ കലാപം. പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണമാണ് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം. ദെൻ പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 1921 ഓഗസ്റ്റ് 20. 1921 ഓഗസ്റ്റ് 20 പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പൂക്കോട്ടൂർ കലാപം 1921 ഓഗസ്റ്റ് 20. ദെൻ മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആലി മുസ്ലിയാർ. ആലി മുസ്ലിയാരാണ് മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത്. ആലി മുസ്ലിയാരാണ്. 1921 കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയാണ് ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ മലബാർ കലാപത്തിന് ശേഷം അല്ലെങ്കിൽ മലബാർ കലാപത്തിൽ സ്വയം വിശേഷിപ്പിച്ചത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയാണ് ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റാണ്, മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. ഇനി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങളാണ്, രചനകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദുരവസ്ഥ, കുമാരനാശാനാണ് ദുരവസ്ഥ എഴുതിയത്. ദുരവസ്ഥ മലബാർ കലാപം പശ്ചാത്തലമാക്കി എഴുതിയ ഒരു പുസ്തകമാണ്. ദെൻ മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം എഴുതിയത് ഉറൂബാണ്. അപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം മലബാർ കലാപം പശ്ചാത്തലമാക്കി എഴുതിയ പുസ്തകമാണ്. ഉറൂബാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. സുന്ദരികളും സുന്ദരന്മാരും, ദുരവസ്ഥ എഴുതിയത് കുമാരനാശാൻ. മലബാർ കലാപം എന്ന പുസ്തകം മറ്റൊരു പുസ്തകമാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട മറ്റൊരു പുസ്തകമാണ് മലബാർ കലാപം. ഇത് എഴുതിയത് കെ മാധവൻ നായർ. ദുരവസ്ഥ കുമാരനാശാൻ, സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ്. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ നായർ. ഇനി മറ്റൊരു പുസ്തകമാണ് ഖിലാഫത്ത് സ്മരണകൾ. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് ഖിലാഫത്ത് സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയത്. ഇനി സിനിമയാണ്
മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921 മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ്. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത് M ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ്. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് K മാധവൻ നായരാണ്. സുന്ദരികളും സുന്ദരന്മാരും, ഉറൂബ്, ദുരവസ്ഥ, കുമാരനാശാൻ. ഇതൊക്കെ മലബാർ കലാപം പശ്ചാത്തലമാക്കി എഴുതപ്പെട്ട പുസ്തകങ്ങളും സിനിമയുമാണ്. ഇനി മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗനാണ്. മലബാർ മാനുവൽ എഴുതിയത് വില്യം ലോഗനാണ്. വില്യം ലോഗൻ. മലബാർ മാനുവൽ വില്യം ലോഗൻ. ദെൻ നോക്കാം നെക്സ്റ്റ് പോയിന്റുകൾ. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അപ്പോൾ കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ദെൻ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയതാണ് TL സ്ട്രേഞ്ച്. മലബാർ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൻ. മാറിപ്പോവരുത്, വില്യം ലോഗൻ കമ്മീഷനാണ്, പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ്. അന്വേഷണം നടത്തിയത് TL സ്ട്രേഞ്ചാണ്. ദെൻ 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിന് ശക്തമായി നേരിട്ട മലയാളി വനിത കമ്മത്ത് ചിന്നമ്മ. അപ്പോൾ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. എക്സാമിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ് കമ്മത്ത് ചിന്നമ്മ. ദെൻ നമ്മൾ നോക്കിയതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, മാറാതെ പഠിക്കാനുള്ളൊരു പോയിന്റാണ്. നോക്കാം. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായതാണ് പൂക്കോട്ടൂർ കലാപം. പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണമാണ് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുള്ളൊരു കാരണമാണ് പൂക്കോട്ടൂർ കലാപത്തിൻ്റെ കാരണം വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ദെൻ മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടതാണ് ആലി മുസ്ലിയാർ. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആലി മുസ്ലിയാരാണ്. പിന്നെ 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി. നമ്മൾ മുകളിൽ നോക്കിയ വിവരങ്ങൾ തന്നെയാണ്, കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ചത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയാണ്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തതാണ് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം. ദെൻ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മലബാർ കലാപവുമായി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി വാഗൺ ട്രാജഡി ഉണ്ട്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ ട്രാജഡി. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മലബാർ കലാപം 1921 മലബാർ കലാപം ആരംഭിച്ചത്. തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. അതേപോലെ തന്നെ പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 1921 ഓഗസ്റ്റ് 20. ദുരവസ്ഥ കുമാരനാശൻ എഴുതിയ പുസ്തകമാണ്. സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ് എഴുതിയതാണ്. മലബാർ കലാപം K മാധവൻ നായർ എഴുതിയ പുസ്തകമാണ്. ഖിലാഫത്ത് സ്മരണകൾ രചിച്ചത് M ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ്. IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. മലബാർ മാനുവൽ എന്ന പുസ്തകം എഴുതിയത് വില്യം ലോഗനാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.